ഹലോ, ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. ഫിലിം ഫെയർ അവാർഡ് സൗത്ത് അരങ്ങേറാൻ പോവുകയാണ്. ഫെബ്രുവരി 21 ആ ഒരു അംഗത്തിന് തിരികൊളുത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. മലയാളത്തിൽ ഇക്കുറി അതിഗംഭീരവും അതിശക്തവുമായിട്ടുള്ള നോമിനേഷൻസ് തന്നെയാണ്. എല്ലാ തവണയും പോലെ തന്നെ ഒരു സൈഡ് അല്ലെങ്കിൽ ഒരു സൈഡിലൂടെ നോക്കുമ്പോൾ അത് മമ്മൂട്ടിയും മറു സൈഡിൽ ബാക്കിയുള്ള നടന്മാരുമാണ്. ഇക്കുറി യൂത്തന്മാരുമൊപ്പം നിൽക്കുന്നത് മലയാളത്തിലെ ഏറ്റവും ചെറുപ്പക്കാരനായ മമ്മൂട്ടി തന്നെയാണ്. ആസിഫ് അലിയുടെ കിഷ്കിന്ധാകാന്ഡമാണ് ആദ്യ അല്ലെങ്കിൽ ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ള ഈ ഒരു സിനിമ. മികച്ച പ്രകടനം ആസിഫ് അലിയുടെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്ന് ഈ ഒരു ഫിലിം ഫെയർ അവാർഡിലും ഏറെ ആളുകൾ ആഗ്രഹിക്കുന്നു ആസിഫ് അലിക്ക് അത് കിട്ടണമെന്നുള്ളത്. രണ്ടാമത് എടുത്തു പറയാവുന്ന കാര്യം ബേസിൽ ജോസഫ്. ഇക്കുറി നമ്മൾ സംസ്ഥാന അവാർഡിൽ ഏറ്റവും കൂടുതൽ നോക്കുന്നത്, അതായത് 2026 വരാൻ പോകുന്ന സംസ്ഥാന അവാർഡിൽ ഏറ്റവും ഉറ്റുനോക്കുന്നത് ബേസിൽ ജോസഫിനെ തന്നെയാണ്. ഇത്ര ഘനഗംഭീരന്മാർക്കിടയിൽ നിന്ന് പതുങ്ങി നിന്ന് ഏറ്റവും മികച്ച നടനായി മാറിയിരിക്കുന്ന ആൾ തന്നെയാണ് ബേസിൽ ജോസഫ്. അദ്ദേഹത്തിൻ്റെ എല്ലാ സിനിമകളും നമ്മളെ തൃപ്തി നൽകുന്നതാണ്. ഒരു പക്ഷേ മമ്മൂട്ടി മോഹൻലാൽ സിനിമകൾക്ക് മുകളിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ സിനിമയും എന്ന് തന്നെ പറയാം. പ്രസൻസിലൂടെ തന്നെ ആളുകൾക്ക് അത്രയും ഇഷ്ടമാവുന്നു. സൂക്ഷ്മദർശിനിയാണ് ബേസിൽ ജോസഫിനെ ഈ ഒരു കാറ്റഗറിയിൽ ഫിലിം ഫെയർ അവാർഡിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. മറ്റൊന്ന് ആവേശത്തിലെ നമ്മളെ ആവേശം കൊള്ളിച്ച ഫഹദ് ഫാസിൽ തന്നെയാണ്. അത് ഗംഭീരമായിട്ടുള്ള ഒരു റോൾ തന്നെയാണ്. നമുക്കറിയാം അമ്മാതിരി ചട്ടമ്പി നാട് എന്ന ചിത്രത്തിൻ്റെ നേരെ ഒരു വ്യത്യസ്തത പുലർത്തുന്ന അതേ രീതിയിലുള്ള മറ്റൊരു ചിത്രം, അന്ന് മമ്മൂട്ടി ചെയ്ത ആ ഒരു ക്യാരക്ടറിനെ ഏകദേശം സമാനതകളോടെ തന്നെ ഈ ഒരു സിനിമ ചെയ്യുമ്പോൾ എന്തോ യൂത്തിന് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമായി മാറി ഫഹദ് ഫാസിൽ. അത്ര ഫ്ലോയോടുകൂടി തന്നെ അദ്ദേഹം ചെയ്ത ഈ ഒരു സിനിമ, ഈ ഒരു ക്യാരക്ടർ ഇന്ന് മലയാളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല നോർത്ത് ഇന്ത്യയിലും വലിയ രീതിയിൽ ആളുകളിൽ ആവേശം ഉളവാക്കി. അങ്ങനെ ഫഹദ് ഫാസിലും ഇതിനകത്തിലെ ലീഡിംഗ് റോളിലേക്ക് എത്തുന്നു. ബെസ്റ്റ് ആക്ടർ ഇൻ ലീഡിംഗ് റോൾ മെയിലിനകത്തിൽ നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. പൃഥ്വിരാജ് ആടുജീവിതം കഴിഞ്ഞ പ്രാവശ്യം സംസ്ഥാന അവാർഡ് നേടിയെടുത്ത ചിത്രമാണ്, നമുക്കറിയാം. കാതൽ കോർന്ന മമ്മൂട്ടി ചിത്രത്തിനെ മറികടന്ന് പൃഥ്വിരാജിൻ്റെ ആടുജീവിതം അങ്ങനെ സംസ്ഥാന അവാർഡ് നേടിയപ്പോൾ നാഷണൽ അവാർഡിൽ നോമിനേറ്റ് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ പോലും അത് നാഷണൽ അവാർഡിന് അർഹമായ ചിത്രമായിരുന്നു എന്നുള്ളതും നമുക്കറിയാവുന്നതാണ്. ഇക്കുറി ആടുജീവിതത്തിലൂടെ പൃഥ്വിരാജ് മത്സരിക്കുമ്പോൾ ARM, അതായത് അതിമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് സൂപ്പർ ഹിറ്റും 200 കോടിയും കടന്ന മലയാളത്തിലെ വമ്പൻ ഇൻഡസ്ട്രി ഹിറ്റുകളിൽ പ്രധാന അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രമായി സ്ഥിരം മാറുന്ന ടൊവിനോ ARMലൂടെ മികച്ച പ്രകടനം 2 കഥാപാത്രങ്ങളിലൂടെ വരുമ്പോൾ, മണിയനായും അതേപോലെ തന്നെ ഗംഭീരമായിട്ടുള്ള റോളിലൂടെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തിനെയും മികച്ച നടനുള്ള നോമിനേറ്റ് ചെയ്യപ്പെട്ടു. മമ്മൂട്ടി ഭ്രമയുഗം ഒറ്റ ചിത്രം തന്നെ മതി ഓസ്കാർ ലെവലിൽ മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെയും ഒപ്പം ആ റേഞ്ചിലേക്ക് എത്തിച്ച ഏക നടൻ എന്ന് തന്നെ നമുക്ക് പറയാം. കൊടുമൻ പോറ്റിയെ അനശ്വരമാക്കാൻ മറ്റേ ആരെയും സങ്കല്പിക്കാൻ കഴിയില്ല. പലർക്കും തോന്നിയിട്ടുണ്ടാകാം ഇതേപോലെ ബാക്കിയുള്ളവർ ചെയ്യും. പക്ഷേ അടി മുതൽ മുടി വരെ ഒരേ രീതിയിൽ കൊടുമൻ പോറ്റിയെയും ചാത്തനമായി നിറഞ്ഞാടാൻ ഇന്ത്യൻ സിനിമയിൽ തൽക്കാലമെന്നല്ല ഇതുവരെ വേറൊരു നടനും ജനിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിപ്പോൾ എത്ര കൊമ്പനെ കാണിച്ചാലും എത്ര മീശ പിരിപ്പിച്ചാലും അത് എത്തില്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം കൊടുമൻ പോറ്റി അത് മമ്മൂട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു. അതിന് മുകളിലേക്ക് ആ ഒരു ക്യാരക്ടർ ഇല്ല. ഓസ്കാർ ലെവലിൽ ഉള്ള ചിത്രങ്ങളുടെ പട്ടികയിൽ അമ്മാതിരി ഉള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഇന്ത്യൻ സിനിമയിൽ ഇതുവരെ ഒരാളും ജനിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. തീർച്ചയായും ഭ്രമയോഗത്തിലൂടെ മമ്മൂട്ടിയും നോമിനേഷനിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇക്കുറി ആരായിരിക്കും ഈ ഒരു ഫിലിം ഫെയർ അവാർഡ് നേടാൻ പോകുന്നത്? നമുക്കറിയാം എല്ലാവരുടെയും മനസ്സിൽ ഇവരെ എല്ലാവരെയും ഇഷ്ടമാണ്. എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നത് മമ്മൂട്ടിക്ക് തന്നെയാണ്. ഒരു പക്ഷേ ആടുജീവിതവും പറയുന്നു ആളുകൾ ഏറെയും ആസിഫ് അലിക്ക് കിട്ടണമെന്നും സാധാരണക്കാരിൽ ഒരുപാട് പേർക്ക് ബേസിൽ ജോസഫിന് കിട്ടണമെന്നുമൊക്കെ ആഗ്രഹമുള്ളപ്പോൾ എന്തായാലും 2 ദിവസം കൂടെ കാത്തിരുന്നാൽ നമുക്ക് കാര്യങ്ങളറിയാം. വീണ്ടും മമ്മൂട്ടി തന്നെ മുത്തമിടുമെന്നുള്ളത് തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്നത്. കാരണം കൊടുമൺ പോറ്റിയുടെ മുന്നിൽ ബാക്കിയെല്ലാം നിഷ്പ്രഭം തന്നെയാണ്. ഇക്കുറി നാഷണൽ അവാർഡ് കൂടി എത്തിക്കഴിഞ്ഞാൽ അത് പൂർണ്ണമായും ഈ സിനിമയ്ക്ക് അർഹിക്കപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് വരും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം. അപ്പോൾ ഈ ഒരു ഫിലിം ഫെയർ അവാർഡിൽ 70ാമത് ഫിലിം ഫെയർ അവാർഡിൽ ആരായിരിക്കും നിങ്ങളുടെ ഇഷ്ടതരം, ആർക്ക് ലഭിക്കണമെന്നുള്ളതാണ്. കമൻസിലൂടെ പറയാം. അത് നിങ്ങളുടെ അവകാശമാണ്. തീർച്ചയായും കമൻസിലൂടെ പറയാം. വർഷങ്ങൾക്ക് മുമ്പ് മോഹൻലാലും മമ്മൂട്ടിയും ഒരു ഫിലിം ഫെയർ അവാർഡിൽ ഒരേ വേദിയിൽ പങ്കുവെച്ച ഈ ഒരു ഫോട്ടോ കൂടി ആയിട്ട് നമ്മൾ അവസാനിപ്പിക്കുന്നു. ഗ്രേറ്റ് മീഡിയാസ്.